ഹായ് മക്കളെ, ക്വിസ് ബീറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളാണെന്നുള്ളത് എനിക്കറിയാം. സ്വദേശ് ക്വിസിനു വേണ്ടി നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ നിങ്ങളുടെ പഠനം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെന്നും എനിക്കറിയാം. എന്നാലും കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി നിങ്ങളെ സഹായിക്കാനാണ് ക്വിസ് ബീറ്റ് മലയാളം ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ പതാകയിലെ മധ്യഭാഗത്തുള്ള ചക്രത്തിൻ്റെ നിറം എന്താണ്? കടും നീല നിറമാണ് ഇന്ത്യയുടെ ദേശീയ പതാകയിലെ മധ്യഭാഗത്തുള്ള ചക്രത്തിൻ്റെ നിറം. ഇന്ത്യൻ ദേശീയ പതാകയിലുള്ള അശോക ചക്രത്തിന് എത്ര ആരക്കാലുകളാണുള്ളത്? എത്ര ആരക്കാലുകളാണുള്ളത്? 24 ആരക്കാലുകളാണ് ഉള്ളത്. ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? ജനഗണമനയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം. ജനഗണമന എന്ന ദേശീയ ഗാനം രചിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോറാണ് ജനഗണമന രചിച്ചത്. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരമാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം. വന്ദേ മാതരം എന്ന ദേശീയ ഗീതം രചിച്ചത് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം എന്ന ദേശീയ ഗീതം രചിച്ചത്. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത്? കടുവ അഥവാ ടൈഗർ ആണ് ഇന്ത്യയുടെ ദേശീയ മൃഗം. ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏത്? മയിലാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷി. ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏത്? താമര. താമരയാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം. ഇന്ത്യയുടെ ദേശീയ ഫലം ഏത്? മാമ്പഴം. മാമ്പഴമാണ് ഇന്ത്യയുടെ ദേശീയ ഫലം. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏത്? ആൽമരം. ആൽമരമാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം. ഇന്ത്യയുടെ ദേശീയ നദി ഏത്? ഗംഗ. ഗംഗാ നദിയാണ് ഇന്ത്യയുടെ ദേശീയ നദി. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏത്? ഗംഗാ ഡോൾഫിൻ. ഗംഗാ ഡോൾഫിനാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത്. രാഷ്ട്രപിതാവ് എന്ന് മഹാത്മാഗാന്ധിയെ ആദ്യം വിശേഷിപ്പിച്ചത് ആര്? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസാണ് രാഷ്ട്രപിതാവെന്ന് മഹാത്മാഗാന്ധിയെ ആദ്യം വിശേഷിപ്പിച്ചത്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജനനദിനം ഏത് പേരിൽ ആഘോഷിക്കുന്നു? പരാക്രം ദിവസ്. ജനുവരി 23-നാണ് പരാക്രം ദിവസ് ആചരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ഏത് ദിവസമാണ്? ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം.
ഇന്ത്യ റിപ്പബ്ലിക്കായ ദിനം എന്ന്? ഉത്തരം ജനുവരി 26. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആരായിരുന്നു? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആയിരുന്നത്. ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ആയിരുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏത്? 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഡോക്ടർ BR അംബേദ്കറിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആയിരുന്നത്. സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച സൈനിക വിഭാഗത്തിൻ്റെ പേരെന്താണ്? ആസാദ് ഹിന്ദ് ഫൗജ്, INA. ഡൽഹി ചലോ എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആര്? സുഭാഷ് ചന്ദ്രബോസ് ആണ് ഡൽഹി ചലോ എന്ന മുദ്രാവാക്യം മുഴക്കിയത്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതാര്? ബാലഗംഗാധര തിലകൻ ആണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന ആഹ്വാനം നൽകിയത് ആര്? മഹാത്മാഗാന്ധിയാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം നൽകിയത്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏത്? 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്. ദണ്ഡിയാത്ര നടന്ന വർഷം ഏത്? 1930 ദണ്ഡിയാത്ര നടന്നത്. ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? മഹാത്മാഗാന്ധിയാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. കേരളത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രി ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാട് ആയിരുന്നു കേരളത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രി. കേരളത്തിൻ്റെ പ്രഥമ ഗവർണർ ആരായിരുന്നു? B. രാമകൃഷ്ണ റാവു ആയിരുന്നു കേരളത്തിൻ്റെ പ്രഥമ ഗവർണർ. കേരളപ്പിറവി നടന്ന വർഷമേത്? 1956 നവംബർ 1 കേരളപ്പിറവി നടന്നത്. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗമേത്? ആന. ആനയാണ് കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം. കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി ഏത്? വേഴാമ്പൽ. വേഴാമ്പലാണ് കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി.
കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷം ഏത്? തെങ്ങ് ആണ് കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷം. കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം ഏത്? കണിക്കൊന്ന ആണ് കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം ഏത്? കരിമീൻ ആണ് കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമേത്? ചക്കയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം. കേരളത്തിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി ഏത്? പെരിയാർ ആണ് കേരളത്തിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? പെരിയാർ ആണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏത്? ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി. കേരളത്തിൽ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏത്? മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിൽ ഏറ്റവും നീളം കുറഞ്ഞ നദി. കേരളത്തിൻ്റെ കാശി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? തിരുനാവായ ആണ് കേരളത്തിൻ്റെ കാശി എന്നറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ കിഴക്കേ അതിർത്തി ഏത് സംസ്ഥാനമാണ്? തമിഴ്നാടാണ് കേരളത്തിൻ്റെ കിഴക്കേ അതിർത്തി. കേരളത്തിൻ്റെ വടക്കേ അതിർത്തി ഏത് സംസ്ഥാനമാണ്? കർണാടകയാണ് കേരളത്തിൻ്റെ വടക്കേ അതിർത്തി. കേരളത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? തിരുവനന്തപുരമാണ് കേരളത്തിൻ്റെ തലസ്ഥാനം. കേരളത്തിൽ എത്ര ജില്ലകളാണ് ഉള്ളത്? 14 ജില്ലകളാണ് കേരളത്തിലുള്ളത്. വിസ്തൃതിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഇടുക്കിയാണ് വിസ്തൃതിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. വിസ്തൃതിയിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ആലപ്പുഴയാണ് വിസ്തൃതിയിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. ജനസംഖ്യയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? മലപ്പുറമാണ് ജനസംഖ്യയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. കേരളത്തിൽ സാക്ഷരത ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? പത്തനംതിട്ടയാണ് കേരളത്തിൽ സാക്ഷരത ഏറ്റവും കൂടുതലുള്ള ജില്ല. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല ഏത്? എറണാകുളമാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല. കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര്? ശ്രീനാരായണ ഗുരുവാണ് കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്. സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്? കേരളത്തെയാണ് സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം ഏത്? 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത്.
അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയുടെ പേരെന്താണ്? സാധുജന പരിപാലന സംഘം എന്നതാണ് അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയുടെ പേര്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷമേത്? 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാക്കളിൽ ഒരാൾ ആര്? ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാക്കളിൽ ഒരാൾ. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആയിരുന്നത്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? പിംഗലി വെങ്കയ്യ ആണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. നമ്മുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ച വർഷം ഏത്? 1911 നമ്മുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത്. ജനഗണമന ആദ്യമായി പാടിയത് എവിടെ വെച്ചാണ്? കൽക്കട്ടയിൽ വെച്ചാണ് ജനഗണമന ആദ്യമായി പാടിയത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ ആരായിരുന്നു? ലോർഡ് മൗണ്ട് ബാറ്റൺ ആണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യൻ ഗവർണർ ജനറൽ ആര്? സി രാജഗോപാലാചാരിയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യൻ ഗവർണർ ജനറൽ. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയായിരുന്നു ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതി ആരായിരുന്നു? പ്രതിഭ പാട്ടീൽ ആണ് ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതി ആയത്. ഇന്ത്യയുടെ ആദ്യ വനിതാ IPS ഓഫീസർ ആര്? കിരൺ ബേദിയാണ് ഇന്ത്യയുടെ ആദ്യ വനിതാ IPS ഓഫീസർ. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ സഞ്ചാരി ആര്? രാകേഷ് ശർമ്മയാണ് ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ സഞ്ചാരി. ബഹിരാകാശത്തെത്തിയ ആദ്യ വനിത ആര്? വാലന്റീന തെരഷ്കോവയാണ് ബഹിരാകാശത്തെത്തിയ ആദ്യ വനിത. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വംശജയായ വനിത ആര്? കൽപ്പന ചൗളയാണ് ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വംശജയായ വനിത. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏത്? സഹാറ മരുഭൂമിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏത്? ഥാർ മരുഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്?
നൈൽ നദിയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഗംഗാ നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏത്? എവറസ്റ്റ് കൊടുമുടിയാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏത്? കാഞ്ചൻഗംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏത്? ആനമുടിയാണ് കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ശാസ്താംകോട്ട തടാകമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? വേമ്പനാട്ടു കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ഇന്ത്യയുടെ തലസ്ഥാനം ഏത്? ന്യൂഡൽഹിയാണ് ഇന്ത്യയുടെ തലസ്ഥാനം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് ജില്ലയാണ്? തൃശ്ശൂർ ജില്ലയാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ദേശീയ വിനോദം ഏതാണ്? ഹോക്കി ആണ് ഇന്ത്യയുടെ ദേശീയ വിനോദം. ക്രിക്കറ്റിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഇംഗ്ലണ്ടാണ് ക്രിക്കറ്റിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന രാജ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? തൊലി അഥവാ സ്കിൻ ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടിയുള്ള അസ്ഥി ഏത്? ഫീമർ അഥവാ തുടയെല്ലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടിയുള്ള അസ്ഥി. പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന സസ്യങ്ങളിലെ വർണ്ണവസ്തു ഏത്? ക്ലോറോഫിൽ ആണ് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന സസ്യങ്ങളിലെ വർണ്ണവസ്തു. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയുടെ പേരെന്താണ്? പ്രകാശ സംശ്ലേഷണം എന്നതാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയുടെ പേര്. വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത്? നൈട്രജൻ ആണ് വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം. ജീവവായു എന്നറിയപ്പെടുന്ന വാതകം ഏത്? ഓക്സിജൻ ആണ് ജീവവായു എന്നറിയപ്പെടുന്ന വാതകം. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏത്? അലുമിനിയം ആണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം.
ശുദ്ധജലത്തിൻ്റെ രാസസൂത്രം എന്താണ്? H2O എന്നതാണ് ശുദ്ധജലത്തിൻ്റെ രാസസൂത്രം. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ബംഗളൂരു ആണ് ISROയുടെ ആസ്ഥാനം. ISRO സ്ഥാപിതമായ വർഷമേത്? 1969 ഓഗസ്റ്റ് 15-നാണ് ISRO സ്ഥാപിതമായത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഡോക്ടർ വിക്രം സാരാഭായി ആണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത്? ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം. കേരളത്തിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? 41 നദികളാണ് കേരളത്തിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഈ വീഡിയോ നിങ്ങളുടെ സ്വദേശ് ക്വിസ് തയ്യാറെടുപ്പിന് സഹായിക്കുമെന്നുള്ളത് എനിക്കറിയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ക്വിസ് ബീറ്റ് മലയാളം എന്ന ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബെല്ലൈക്കൺ കൂടി അമർത്തിയാലേ നമ്മൾക്ക് അടുത്തതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. Thanks for watching.